നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോസ് എങ്ങനെ ട്രെൻഡിങ്ങിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോയിൽ അതാണ് പറഞ്ഞിരുന്നത്. ചെറിയൊരു ട്രിക്കാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഷോർട്ട് വീഡിയോസും നാളെ മുതൽ ട്രെൻഡിങ്ങിലേക്ക് വരും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഒപ്പം തന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിരിക്കുന്ന ഷെയർ ചെയ്ത് കൊടുക്കുക. യൂട്യൂബിൽ ഒരുപാട് വീഡിയോകളുണ്ട്. എല്ലാ മാർഗ്ഗങ്ങളും നോക്കിയിട്ട് ഷോർട്ട് വീഡിയോസിനൊന്നും വ്യൂ കൊണ്ടുവരാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറയാൻ പോകുന്ന ട്രിക്ക് നിങ്ങളുടെ വീഡിയോകളിലൊന്ന് ഉപയോഗിച്ച് നോക്കുക. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയുക. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. മറക്കാതെ ഇൻസ്റ്റയെന്ന് ഫോളോ ചെയ്തേക്കുക. ഒപ്പം തന്നെ ഒരു ടെലഗ്രാം ചാനലുണ്ട്. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് നേരെ മൊബൈൽ സ്ക്രീനിലേക്ക് പോകാം. എങ്ങനെയാണ് നമ്മുടെ ഷോർട്സ് ട്രെൻഡിങ്ങിലേക്ക് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. ഞാൻ യൂട്യൂബ് ആപ്പിന്റെ ഷോർട്ട് സെക്ഷനിൽ ഒരു വീഡിയോ പ്ലേ ചെയ്തിരിക്കുകയാണ്. ജസ്റ്റ് ഞാൻ ഈ വീഡിയോ ഇവിടെ നിന്ന് പോസ് ചെയ്യുകയാണ്. വീഡിയോ പോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ സബ്സ്ക്രിപ്ഷൻ, ലൈവ്, ട്രെൻഡിങ് അങ്ങനെ 3 ഓപ്ഷൻ സ്ക്രീനിൽ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. അഥവാ ഈ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് യൂട്യൂബ് ആപ്ലിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഇവിടെ ട്രെൻഡിങ് എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു. ട്രെൻഡിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേ അധികം ട്രെൻഡിങ്ങിലുള്ള മ്യൂസിക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾ നോക്കുക, ആദ്യത്തെ ഈ ഒരു മ്യൂസിക്കിൽ 77,000 ഷോർട്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിന് താഴെ 1.7 lakh ഷോർട്സ് ആ ഒരു മ്യൂസിക്കിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കുറവ് ഷോർട്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട ട്രെൻഡിങ്ങിലുള്ള മ്യൂസിക് ഏതാണോ അത് ഫൈൻഡ് ചെയ്യണം. അപ്പം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 5600K ഷോർട്സ് മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ട്രെൻഡിങ് സോങ് ആണിത്. വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോർട്സിൽ ഇത് യൂസ് ചെയ്യാം. അതിനേക്കാളും കുറഞ്ഞ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ട് ട്രെൻഡിങ്ങിലുള്ള മ്യൂസിക് ഉണ്ടോ എന്ന് നോക്കുക. ഇവിടെ 1.8K ഷോർട്സ് മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു മ്യൂസിക് ഇവിടെ ട്രെൻഡിങ്ങിലുണ്ട്. അപ്പൊ ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ റെക്കമെൻഡേഷനിലേക്ക് ആ ഒരു ട്രെൻഡിങ്ങിലുള്ള സോങ് പോകും. അപ്പൊ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു സോങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയും ഇതിനോടൊപ്പം തന്നെ ആ ട്രെൻഡിങ്ങിലേക്ക് പോകും. അപ്പൊ ആ ഒരു പോസിബിലിറ്റിയെ നമ്മളിവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ കൂടുതൽ റീച്ചിലേക്കും ട്രെൻഡിങ്ങിലേക്കും കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഈ 1.8K ഷോർട്സ് മാത്രം ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഈ ഒരു മ്യൂസിക് യൂസ് ചെയ്യാൻ പോവാണ്. അതിനായിട്ട് ഇവിടെ യൂസ് ദിസ് സൗണ്ട് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ അതിന്റെ ക്യാമറ ഓപ്പൺ ആയി വരുന്നത്, അതിന്റെ സെറ്റിംഗ്സ് എങ്ങനെയാണോ ആ ഒരു ഇന്റർഫേസിലേക്ക് ഓപ്പൺ ആയി. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മ്യൂസിക്കിനനുസരിച്ചുള്ള വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അതല്ല നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ ഉണ്ടെങ്കിൽ അതും നമുക്ക് ഈ മ്യൂസിക് ഉൾപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ചെയ്താലും നമ്മുടെ വീഡിയോ ട്രെൻഡിങ്ങിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു വീഡിയോ ഇതേപോലെ നമുക്ക് ആ ഒരു ട്രെൻഡിങ് മ്യൂസിക് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊന്ന് പബ്ലിഷ് ചെയ്യണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. പ്രോസസ്സിംഗ് നടക്കുകയാണ്. പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയതിനു ശേഷം ആണ് നമ്മൾ ആ ട്രെൻഡിങ് മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ മുകളിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ആ സെലക്ട് ചെയ്ത മ്യൂസിക് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനുശേഷം ഇനി നമുക്ക് ഈ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അടുത്ത ഒരു വിൻഡോ ഓപ്പൺ ആയി. ഇവിടെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഈ കാണുന്ന 2 വരകളുണ്ടല്ലോ, ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഒറിജിനൽ സൗണ്ട് 100% കൊണ്ടുവരിക. ഈ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്, അതായത് നമ്മുടെ ആ ട്രെൻഡിങ് മ്യൂസിക്കിന്റെ സൗണ്ട് ഏറ്റവും കുറച്ച് വെക്കുക. ഒരു 1% ഒക്കെ വെച്ചാൽ മതി. 1% അല്ലെ 2%. അതിൽ കൂടുതൽ നിങ്ങൾ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് വെക്കുന്ന നമ്മുടെ ട്രെൻഡിങ് സോങ്ങിന്റെ സൗണ്ട് വെക്കരുത്. ഞാനിവിടെ ഒരു 1% 2% വെച്ചു. അതിനുശേഷം ഓക്കെ കൊടുത്തു. ഇപ്പം ഈ ഒരു വീഡിയോയ്ക്കുള്ളിൽ ഒറിജിനൽ സൗണ്ടിനോടൊപ്പം ഒരു ട്രെൻഡിങ് മ്യൂസിക് കൂടെ ആഡ് ആയിട്ടുണ്ട്. ഈ ട്രെൻഡിങ് മ്യൂസിക് ആയിരിക്കും നമ്മുടെ ഈ ഒരു വീഡിയോയെ കൂടുതൽ റീച്ചിലേക്ക് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങളുടെ വീഡിയോകളിലും ഈ രീതിയിൽ തന്നെ നിങ്ങൾ ട്രെൻഡിങ് മ്യൂസിക് ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോകൾ പബ്ലിഷ് ചെയ്യുക. ആ മ്യൂസിക് ബൂസ്റ്റ് ചെയ്യപ്പെടുന്നതിനോടൊപ്പം നമ്മുടെ വീഡിയോയും ബൂസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാധ്യതയെ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വീഡിയോകൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഒരുപക്ഷെ നിങ്ങൾ പലരും ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ആ മ്യൂസിക് നേരത്തെ ഫൈൻഡ് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഈ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇത് ആഡ് ചെയ്യുകയായിരിക്കും ചെയ്യാറുള്ളത്. എന്നാൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഞാൻ ഈ കാണിച്ചു തന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ട്രെൻഡിങ് മ്യൂസിക്, ഏറ്റവും കൂടുതൽ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട മ്യൂസിക് കണ്ടുപിടിച്ചുകൊണ്ട് അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം നമ്മൾ സാധാരണ എങ്ങനെയാണോ വീഡിയോ പബ്ലിഷ് ചെയ്യാറുള്ളത് ആ രീതിയിൽ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും ഒക്കെ കൊടുത്തിട്ട് നേരെ ഇവിടെ നിന്ന് പബ്ലിഷ് ചെയ്യുക. ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ വീഡിയോ ട്രെൻഡിങ്ങിലേക്ക് വരാനുള്ള ഒരു 80% കാര്യം കൂടെ നിങ്ങൾ ഇതിനോടൊപ്പം ചെയ്തു എന്ന് മനസ്സിലായിക്കൊള്ളുക. അപ്പൊ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഷോർട്ട് വീഡിയോസിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ടായിരിക്കും നമ്മൾ ഈ ട്രെൻഡിങ് സോങ് കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും 2% അല്ലെങ്കിൽ 3% മുകളിലേക്ക് സൗണ്ട് വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ സൗണ്ടിനേക്കാൾ കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വരിക അതൊരു അരോചകമായിട്ടുള്ള സംഭവമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും കുറച്ച് തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കാര്യം, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം വർക്കൗട്ട് ആവും. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം എന്താണ് റിസൾട്ട് എന്നുള്ള കാര്യം വീഡിയോയുടെ താഴെ എല്ലാവരും മറക്കാതെ ഒന്ന് കമന്റോട് ചെയ്തേക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് നിർത്തുകയാണ്. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.